നമ്മുടെ വണ്ടികളെല്ലാം വാഷ് ചെയ്യുമ്പോൾ ഇതുപോലെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ കൈ എത്തിപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിൽ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് കിടിലനായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടി കിടിലനായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഞാൻ കുറേ നാൾ മുന്നേ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം കേട്ടോ. വേറെ ഒന്നുമല്ല, ടയർ പോളിഷ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഈ ലിക്വിഡ് എത്രത്തോളം നമുക്ക് റിസൾട്ട് തരും എന്നറിയില്ല. നമ്മൾ എന്താണെങ്കിലും ആദ്യം തന്നെ നമുക്ക് കിടിലനായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ലിക്വിഡ് ഒന്ന് നമ്മുടെ വണ്ടിയിലെ ടയറിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കും കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നല്ല കിടിലനായിട്ട് വാഷ് ചെയ്യുക. ഇതുപോലത്തെ നമ്മുടെ കൈ എത്തിപ്പെടാൻ പറ്റാത്ത ചില ഗ്യാപ്പുകളിൽ മണ്ണും പൊടിയും എല്ലാം കയറി കിടക്കും. ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ അതെല്ലാം ഇറങ്ങിപ്പോവും. ഷോപ്പുകളിൽ കൊണ്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അവർ ക്ലീൻ ചെയ്തെടുക്കും. പക്ഷെ നമ്മുടെ വണ്ടി നമ്മൾ കഴുകുമ്പോഴുള്ള നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ കഴുകിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. വാഷ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലിക്വിഡ് ഒന്ന് നമ്മുടെ ടയറിൽ, ഇപ്പം നമുക്ക് ടയർ മാത്രമാണ് ഒരു ബോറായിട്ട് നമുക്ക് തോന്നുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഇനി ആ ടയർ പോളിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്പോഞ്ച് വേണമെങ്കിൽ സ്പോഞ്ച് എടുക്കാം. ഇനി സ്പോഞ്ച് ഇല്ല എന്ന് വെച്ചാൽ ഒരു തുണി എടുത്താലും മതി കേട്ടോ. നമ്മളൊരു സ്പോഞ്ചാണ് എടുത്തിട്ടുള്ളത്. സ്പോഞ്ചിൽ നമ്മൾ ഇനി ലിക്വിഡ് ആക്കിയ ശേഷം ടയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും എടുത്തിട്ടില്ല, ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് ടയറിലും 4 വശങ്ങളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ അങ്ങോട്ട് ടയറിലേക്ക് പോളിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിമ്പിളാണ് കേട്ടോ. സ്പോഞ്ചിലാക്കുക, ടയറിലൊന്ന് ചുറ്റിനും ഒന്ന് ആക്കി കൊടുക്കുക. ഇതിനിപ്പോൾ ബൈക്ക് എന്നല്ല, നമുക്ക് വേണമെങ്കിൽ കാറിലും ഉപയോഗിക്കാം കേട്ടോ. ഈ ലിക്വിഡിൽ ടയർ മാത്രമല്ല, കാറിൻ്റെ ബോണറ്റ്, ഡാഷ്ബോർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോളിഷ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാൻ ഞാൻ പറയൂല. ഇനി വേറെ വല്ല പണി കിട്ടിയാൽ 8ൻ്റെ പണിയാവും. ടയർ മാത്രം പോളിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത ശേഷം രണ്ട് ടയറിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഷൈനിങ് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് എത്ര ലൈഫ് ഉണ്ടാവും എന്നറിയില്ല. കുറച്ച് നേരമേ ഉണ്ടാവുള്ളൂ, എല്ലാം ഇനി കൂടുതൽ നേരം ഒരു ദിവസമെങ്കിലും ഉണ്ടാവും എന്നറിയില്ല. എന്താണെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഷൈനിങ് എല്ലാം ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് റിസൾട്ട് ഇതാണ് കേട്ടോ.